കൊച്ചിയിൽ നിതിൻ അംബുജനോട് വിശദാംശങ്ങളുമായി. നിതിൻ, വെരി ഗുഡ് മോർണിംഗ്. മൊസാംബിക്കിൽ ബോട്ട് മുങ്ങി മരിച്ച പിറവം സ്വദേശി ഇന്ദ്രജിത്ത് സന്തോഷിന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കുകയാണല്ലോ. എപ്പോഴാണ് മൃതദേഹം നാട്ടിലെത്തിക്കുക? ഒപ്പം തന്നെ ഈ ഓപ്പറേഷൻ സൈഹണ്ട് അത് വളരെ ഊർജിതമായി സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണല്ലോ. ഗുഡ് മോർണിംഗ്. ഇന്നും വാർത്താപ്രവാഹത്തിൽ തിരക്ക് പിടിച്ച വാർത്തകൾ തന്നെയാണ് മധ്യകേരളത്തിൽ ഉണ്ടാകുന്നത്. പ്രധാനമായും ഈ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണം അത് ഊർജിതമായി തന്നെ പോലീസ് മുന്നോട്ട് പോവുകയാണ്. സൈഹണ്ട് സംസ്ഥാന വ്യാപകമായി തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഈ പരിശോധനകൾ ശക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിരവധി അറസ്റ്റുകൾ പ്രധാനമായും ആളുകളെയൊക്കെ തന്നെ പിടികൂടുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതാണ്ട് 263 പേരെ ഇതിനം തന്നെ ഈ ഒരു കേസിന്റെ ഭാഗമായി തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്, അവരെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. 382 FIRകളാണ് ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഈ കുറെ കാലങ്ങളായി തന്നെ ഉപയോഗിക്കാത്ത അക്കൗണ്ടുകൾ അത് ഈ സൈബർ തട്ടിപ്പ് സംഘങ്ങൾക്ക് വിൽപ്പന നടത്തുകയാണ് ഇതിൽ ആദ്യഘട്ടം. അതിനുശേഷം ഇവർ പോലും അറിയാതെ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തുന്നു. പിന്നീട് പലയിടങ്ങളിൽ നിന്ന് ഈ പണം വീഴ്ചയെടുക്കുന്നൊരു രീതിയാണ് ഈ സൈബർ തട്ടിപ്പ് സംഘം സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. വിശദമായി തന്നെ ചോദ്യം ചെയ്ത ശേഷം മാത്രമേ ഇതിന്റെ കൃത്യമായ കണ്ണികളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഈ പണം ഇവർ എങ്ങനെ വിനിയോഗിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അന്വേഷിക്കുക. അതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യം, പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബോധവൽക്കരണം നടത്താനാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. ഇത്തരത്തിൽ ഈ അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ അത് ആർക്കും കൈമാറരുതെന്ന ഒരു നിർദ്ദേശമെല്ലാം തന്നെ ഈ റിസർവ് ബാങ്കിന് നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരം ഒരു ബോധവൽക്കരണത്തിലൂടെ ഈ ആളുകളിൽ നിന്നും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ലക്ഷ്യം. അതോടൊപ്പം എടുത്തു പറഞ്ഞൊരു കാര്യം, വിദ്യാർത്ഥികളാണ് ഈ സംഘങ്ങളുടെ വലയിലേക്ക് പെട്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കളമശ്ശേരിയിൽ ഈ അമ്മയുടെ അക്കൗണ്ട് വിൽപ്പന നടത്തിയ മകന്റെ ഒരു കേസ് ബന്ധപ്പെട്ട് പോലീസ് കഴിഞ്ഞ ദിവസം ചില പ്രതികരണങ്ങൾ നൽകിയിരുന്നു. അത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി തന്നെ ഈ വിദ്യാർത്ഥികൾ ഈ വലയിലേക്ക് വീടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ശക്തമായ നിരീക്ഷണവും പരിശോധനയും തുടരുമെന്നാണ് പോലീസ് ഈ സാഹചര്യത്തിൽ ഈ സൈബർ ഹണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം മൊസാംബിക്കിൽ ഈ ബോട്ട് മറിഞ്ഞ് കാണാതായ മലയാളി ഇന്ദ്രജിത്ത് സന്തോഷിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് കണ്ടെത്തിയത്. മെനഞ്ഞാന്ന് വൈകിട്ടോട് തന്നെ ഈ മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് എത്തിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മുംബൈയിലെത്തിയത്. ഇന്ന് രാവിലെ അല്പസമയത്ത് തന്നെ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും. അതിനുശേഷം ഇന്ന് 12 മണിയോടെ തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഈ കഴിഞ്ഞ 16-നാണ് ബോട്ട് മുങ്ങി മലയാളി ഉൾപ്പെടെ ഏതാണ്ട് 8 പേർ മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ദിവസങ്ങളോളം തെരച്ചിൽ നടത്തിയെങ്കിലും ബോഡി കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഈ ബോട്ട് ഉയർത്തിയതിനു ശേഷം ഈ മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോട് തന്നെ ഈ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചത്. എന്തായാലും അല്പസമയത്തിന് തന്നെ മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഇന്ദ്രജിത്ത് സന്തോഷിന്റെ ബന്ധുക്കളെല്ലാം തന്നെ വിമാനത്താവളത്തിലെത്തിയിട്ടുണ്ട്. ശരി, നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.